എല്ലാ സുഹൃത്തുക്കൾക്കും A1 അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ. ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ 12 രാശിക്കാരുടെ ഇന്നത്തെ ഫലപ്രവചനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് വർഷം 2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതി, മലയാള വർഷം 1200 ആണ്ട് കർക്കിടക മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം. ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം അനിഴമാണ്. ഇന്നത്തെ പിതൃശ്രാദ്ധ നക്ഷത്രവും തിഥിയും അനിഴവും ദശമിയുമാണ്. ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം. ഇന്നത്തെ അമൃത മുഹൂർത്ത സമയം രാത്രി 9:39 PM മുതൽ 11:25 PM വരെയാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 12:05 PM മുതൽ 12:55 PM വരെയാണ്. ഇന്നത്തെ വ്യാഴകാല സമയം ഉച്ചയ്ക്ക് 12:30 PM മുതൽ 2 PM വരെയാണ്. ഇന്നത്തെ ഗുളികകാല സമയം 3:35 PM മുതൽ 5:08 PM വരെയാണ്. ഇനി ഇന്നത്തെ അശുഭ മുഹൂർത്ത വേളകൾ പരിശോധിക്കാം. രാഹുകാലം വൈകിട്ട് 5:08 PM മുതൽ 6:40 PM വരെയാണ്. ഇന്നത്തെ ദുർമുഹൂർത്ത വേളകൾ ആദ്യത്തേത് 5 PM മുതൽ 5:51 PM വരെയാണ്. രണ്ടാമത്തേത് 11 AM മുതൽ 12:05 PM വരെയാണ്. ഇനി 12 രാശിക്കാരുടെയും ഫലമാണ്. ആദ്യം മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് പല പ്രകാരത്തിൽ ധനനാശം, ക്ലേശം, ദൂരയാത്ര, വ്യവഹാര നഷ്ടം, യാത്രാക്ലേശം, അലച്ചിൽ, ദുരിതം ഫലം. അടുത്ത ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഇഷ്ട സ്ത്രീ സംസർഗം, ധനധാന്യ ലാഭം, ജോലിയിൽ ഉത്കൃഷ്ടത, സുഹൃത്തുക്കൾ വഴി നാനാവിധ നേട്ടം, സാമ്പത്തിക അഭിവൃദ്ധി, അംഗീകാരം, പ്രശംസ. അടുത്ത മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാർക്ക് സാമ്പത്തിക നാശം, വിദ്യ, കീർത്തി, പ്രവൃത്തി എന്നിവയ്ക്ക് അധപ്പതനം, സർഗാത്മക പ്രവൃത്തികൾ ഉണരും, വിഷാദാവസ്ഥ, കർമ്മതടസ്സം. കർക്കിടക രാശിക്കാർക്ക് ഇന്ന് ശത്രുവർദ്ധന, ബന്ധനം, സ്വകർമ്മനാശം, നിങ്ങളുടെ ആത്മസുഹൃത്തിനെ കാണാനിടവരിക, അതുവഴി പുതിയ ദിശാബോധം കൈവരുന്നതാണ്. അടുത്ത ചിങ്ങൻ രാശിക്കാർക്ക് വൃത്തിക്കുറവ്, സ്വജന വിരഹം, രോഗദുരിതം, പലവിധ തടസ്സങ്ങൾ. ഇന്ന് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആശയം ഫലപ്രദമായി അവതരിപ്പിക്കുക. അടുത്ത കന്നിക്കൂറുകാരാണ്. അന്യ സ്ത്രീ സംസർഗം, ദൂരയാത്ര, പലവിധ ക്ലേശങ്ങൾ, പ്രണയവും സാഹസികതയും നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. നിങ്ങൾക്ക് അപ്രതീക്ഷിത മേഖലകളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. തുലാം രാശിക്കാരാണ് അടുത്തത്. രോഗത്തിനും ശത്രുക്കൾക്കും നാശം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, സ്വപ്നതുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടം, പ്രവൃത്തിസ്ഥാനത്ത് ഉജ്ജ്വല നേട്ടം കൈവരിക്കുന്നതാണ്. അടുത്ത വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാർക്ക് മനോദുഃഖം, പുത്രക്ലേശം, കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉജ്ജ്വല നേട്ടം ഉണ്ടാകും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിന് മികവ് പുലർത്തും. അടുത്ത ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഇന്ന് മനസ്സിൽ കുടിലത, ബന്ധുജന കലഹം, വിരഹം, സുഖവിരോധം. ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കാനായി ചിലർ മുന്നോട്ട് വരുന്നതാണ്. തെറ്റു തിരുത്താൻ ഇടയാകും. അടുത്തത് മകരൻ രാശിക്കാരാണ്. നാൽക്കാലി ലാഭം, ധനലാഭം, ആരോഗ്യം, അഭീഷ്ടകാര്യസിദ്ധി, കൃഷി സാധ്യം, ധാന്യവർദ്ധനവ്, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇടവരിക, സർവകാര്യ നിപുണത, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. അടുത്തത് കുംഭൻ രാശിക്കാരാണ്. ഭാര്യ പുത്രാദികളുമായി കലഹമോ വിരഹമോ സാധ്യത, ദൂരയാത്ര, ചോരഭയം, അസത്യം പറയൽ. ഇന്ന് നിങ്ങൾക്ക് വളരെ തിരക്കുള്ള ദിവസമായിരിക്കും. സമയബന്ധിതമായി ജോലി നിർവഹിക്കാൻ ശ്രമിക്കുക. അടുത്തത് മീനൻ രാശിക്കാരാണ്. വിഷാഗ്നി ഭയവും അപ്രതീക്ഷിത ദിക്കിലേക്കുള്ള യാത്രയും, ബന്ധുജന നാശം, ധനനാശം, പലവിധ രോഗസാധ്യത, മരണഭീതി, മാനസിക സംഘർഷത്തിന് സാധ്യത. ഇന്ന് പ്രതീക്ഷിക്കാത്ത നേട്ടം കൈവരുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. 27 നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ പ്രധാന
ഭാഗ്യവാന്മാർ എന്ന് നോക്കാം. ഇന്നത്തെ ഭാഗ്യവാന്മാർ അനിഴം, ചിത്തിര, മകീരം, കാർത്തിക, രോഹിണി, തിരുവോണം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത്. ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതായിരിക്കും. ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കും. ഇവരെ കൂടാതെ ഉത്രം, കേട്ട, ചോതി, അത്തം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ ജനിച്ച ദിവസത്തെ ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രാലോ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്കാണ് ഇന്ന് വലിയ ഭാഗ്യങ്ങൾ ലഭിക്കുക. അല്ലാത്തവരുടെ കേന്ദ്രഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നവർ യഥാവിധി പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അതിന് സാധിക്കാത്തവർ ഇന്നത്തെ ദിവസം ഭാഗ്യം ലഭിക്കാനായി ഗണപതി ഹോമമോ നവഗ്രഹ ഹോമമോ 9-ാം ഭാവാധിപന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ചെയ്യുക. അതിനും സാധിക്കാത്തവർ ജ്യോതിർമഠത്തിൽ നിത്യേന നടത്തിവരാറുള്ള ഗണപതി ഹോമം, നവഗ്രഹ ഹോമം, സൗഭാഗ്യപൂജ എന്നിവയിൽ പങ്കെടുക്കാനായി കമൻറ്റിലൂടെ പേരും നാളും അറിയിക്കേണ്ടതാണ്.